ഹംസ ഇടൈന്തോരാം പടകൊടു തളർന്തോരാം കുനിവിലെ നിനൈന്തോരാം ഷഹീദായി വീണ് കുറെ കഴിഞ്ഞതിന് ശേഷം ആ ഹംസത്തുൽ കറാർ ഞങ്ങളെ ജനാസയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഈ ഹിന്ദെന്ന് പറയുന്ന പെണ്ണും കൂട്ടുകാരും ചെയ്ത പണിയാണ്. മൂക്ക് മുറിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അതേ ചെവി മുറിച്ചു. കണ്ണ് ചുഴ്ന്നെടുത്തു. കൈ രണ്ടും കയ്യെ പറക്കയിൽ നിന്ന് മുറിച്ചു. കാല് മുറിച്ചു. നെഞ്ചു കുത്തിക്കേറി കരട് പുറത്തെടുത്ത് ചവച്ചു തുപ്പി. അതേ ഔറത്തിന്റെ ഭാഗം കട്ട് ചെയ്തു. അള്ളാന്റെ റസൂല് സങ്കടത്തിലായ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആദ്യം ഇങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം, യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം അള്ളാന്റെ റസൂല് പടക്കലത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ പല ശുഹദാക്കളെയും കാണുകയാണ്. കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ട അളാപ്പ ഉണ്ട്. പക്ഷേ മനസ്സിലായില്ല. ആദ്യം ഇതാര ജനാസയാണെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാ അടയാളം കൊണ്ട് മനസ്സിലായത്. അപ്പോഴാ കൈ മുറിച്ചിട്ടുണ്ട്. കൈയില്ലാത്ത ജനാസ, കാലില്ലാത്ത ജനാസ, മൂക്ക് മുറിച്ച ജനാസ, നാക്ക് മുറിച്ച ജനാസ. അതേ അളാപ്പാന്റെ ചെവി മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോ റസൂലുള്ള വിളിച്ച വിളിയുണ്ട്. പൊട്ടിക്കരഞ്ഞിട്ട് വിളിച്ച വിളിയാണ്. യാ അമ്മീ യാ ഹംസ യാ ഫാഇലൽ ഖൈറാത്ത് യാ കാശിഫൽ കുർബാത്ത്. എന്റെ പ്രിയപ്പെട്ട അളാപ്പ അമ്മാണവരെയ അസദുല്ലാവേ യാ ഫാഇലൽ ഖൈറാത്ത്. ഞങ്ങൾക്ക് ഖൈറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അളാപ്പ, ഹബീബായ തങ്ങളെ കൊടുത്ത ടൈറ്റലാ മുഅ്മിനീങ്ങളെ. യാ കാശിഫൽ കുർബാത്ത്. ഇടങ്ങേറ് മാറ്റുന്ന, സിഹർ മാറ്റുന്ന, രോഗം മാറ്റുന്ന, മുസീബത്ത് മാറ്റുന്ന പ്രിയപ്പെട്ട അളാപ്പ. അതുകൊണ്ട് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ, ആ അളാപ്പാടെ പേരല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ബേജാറുണ്ടാകുമ്പോ, വിഷമങ്ങളുണ്ടാകുമ്പോ, അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നായാലും ഏത് ഭാഗത്ത് നിന്നായാലും, നമ്മൾ ഈ പഴയ കാലത്ത് ഇവിടെ കൊള്ളക്കാര് വന്നപ്പോ, ബ്രിട്ടീഷുകാര് വന്നപ്പോ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ മുസ്ലിമീങ്ങൾ ബദരീങ്ങളെയല്ലേ വിളിച്ചത്. നമ്മക്ക് എപ്പോഴും ദുനിയാവിലും ആഖിറത്തിലും വിളിക്കാനുള്ളത് ബദരീങ്ങളെയല്ലേ. ആ ബദരീങ്ങളെ നേതാവല്ലേ സയ്യിദുനാ ഹംസ. وبحمزة الكرار